ലോകം മൊത്തം ചർച്ചയാക്കപ്പെടുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആയിരിക്കും കാണുന്നത്. എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡേ ടു ഡേ എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ സെലിബ്രിറ്റീസിൻ്റെയും അല്ലെങ്കിൽ ഓരോരോ ബില്യണേഴ്സിൻ്റെയും പേരുകൾ ഇങ്ങനെ പുതുതായിട്ട് കേട്ടുവരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏകദേശം 30 ലക്ഷത്തോളം പേജ് വരുന്ന ഒരു ഫയലാണ് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകൾ. അതിനകത്ത് 1.5 ലക്ഷം വീഡിയോസും അതുപോലെ തന്നെ ഈ പറയുന്ന 1.5 ലക്ഷത്തിലധികം ഫോട്ടോസും ഈ പറയുന്ന പോലെ ഇമെയിലൊക്കെ അയച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും ഇങ്ങനെ റെഫർ ചെയ്ത് പോകുമ്പോഴായിരിക്കും ഓരോരോ സെലിബ്രിറ്റീസിന്റെ പേരുകൾ ഇതിനകത്ത് കേട്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഈ പറയുന്ന റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം കോപ്പിറൈറ്റ് കണ്ടന്റുകൾ യൂട്യൂബ് ഈ പറയുന്ന അപ്ലോഡ് ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട് യൂട്യൂബിൽ ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് അധികം അങ്ങോട്ട് ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 80% എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസും ഈ പറയുന്ന ചെറിയ കുട്ടികളൊക്കെ സെക്ഷലി അബ്യൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ കൊന്നും അതുപോലെ തന്നെ ഉപദ്രവിച്ചൊക്കെ ഇട്ടിരിക്കുന്ന പല പല ഫോട്ടോസും വീഡിയോസൊക്കെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ ഒരു ഫയൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫയലിൽ ഇരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആയി പോകും. അതുപോലെ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഒരു നെഗറ്റീവ് എനർജി ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഫീൽ ചെയ്യും. എപ്സ്റ്റീൻ ഫയലുകളിലെ പല വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുള്ള പലരും എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബയോയിൽ എപ്സ്റ്റീൻ ഫയലിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കയറി കാണേണ്ടവർ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ബയോയിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. ഇപ്പോൾ ഒരുപാട് പേരെന്നോട് ലിങ്ക് ചോദിക്കുന്നുണ്ട്. ബയോന്ന് ലിങ്ക് റിമൂവ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഈ പറയുന്ന പോലെ ആ ഒരു ഫയൽ ഇനി അധികം ആളുകളിലേക്ക് എത്തണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ റിമൂവ് ചെയ്തത്. അതുപോലെ തന്നെ 18+ അല്ലെങ്കിൽ 18 ഏജിന് താഴെയുള്ളവർക്ക് ഇത് കാണരുത് എന്ന് തന്നെ പറയാനുള്ളൂ. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഈ പറയുന്ന കോമഡി റീൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അച്ഛനമ്മമാരുടെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന കുട്ടികളെയൊക്കെ കൊന്നും അതുപോലെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എപ്സ്റ്റീൻ ഫയലുകളിൽ ഈ ഭയങ്കരമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ക്രുവാലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ചെറിയ കുട്ടികളിലേക്ക് എത്തരുത് ഒരിക്കലും. അതുകൊണ്ട് തന്നെ എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ചെറിയ കുട്ടികൾ കാണുന്നതിനോട് പാരൻസ് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവർക്കൊക്കെ മെൻ്റലി ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യും ഈ ഒരു ഫയൽ കണ്ടു തീരുന്ന സമയത്ത്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ ഫയലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു ഒരു ബാഡ് ഇങ്ങനെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാത്തത്. ആദ്യമൊക്കെ ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ പുതിയ പുതിയ അപ്ഡേഷൻസ് കുറേ വരുന്നുണ്ട്. ഈ സെലിബ്രിറ്റീസ് പിന്നെയും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള പല സെലിബ്രിറ്റീസിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കണ്ടന്റുകളാണ് വരുന്നത്. ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പറയുന്ന കുട്ടികളുടെയൊക്കെ രക്തം കുടിച്ചിട്ട് ഈ ഹോളിവുഡ് സിനിമ ആക്ടേഴ്സ് എന്താണ് തൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു ഭംഗി അതൊക്കെ ഇങ്ങനെ സ്റ്റേബിളാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ചെറിയ കുട്ടികളുടെയൊക്കെ രക്തം കുടിച്ചിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് റെഫർ ചെയ്യണം, ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണണം. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു ബാഡ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ കാണാത്തത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെയൊക്കെ ഒരിക്കലും പാരൻസ് ഇത് കാണാനായിട്ട് അനുവദിക്കരുത്. പിന്നെ പൊതുവെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന റീലുകളുടെയൊക്കെ മുഴുവൻ ഒരു 80% ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളാണ്. ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കേസ് ഉണ്ടാവുന്നത്. ഈ ഒരു ഫയൽ ഉണ്ടാക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നിട്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഫയൽ കൊണ്ടുവന്ന് ഇത് റിലീസ് ചെയ്ത് ഇത് ജനങ്ങളിലേക്ക് ഇത്രയും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം.
ഇത് എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും ഫീഡ് ഈ ഒരു പെർട്ടിക്കുലർ ഫയലിന് കൊടുക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ പറയും ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലേക്ക് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സെർച്ച് ചെയ്തതുകൊണ്ടാണ് എപ്സ്റ്റീൻ ഫയലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഈ പറയുന്ന റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഏറെക്കുറെ കാണുന്നത് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന കുട്ടികൾ ഇത്രയും മോശമായിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന റീലുകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് റെഫർ ചെയ്തതുകൊണ്ടാണ് ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതെന്ന്. പക്ഷേ അത് അങ്ങനെയല്ല. ഞാൻ എൻ്റെ മറ്റൊരു ഫോണിലൂടെ എൻ്റെ വേറൊരു ഐ ഡിയിലൂടെ ഈ പറയുന്ന റീൽസ് സ്ക്രോൾ ചെയ്ത് നോക്കിയായിരുന്നു. ആ ഒരു ഐ ഡിയിൽ ഞാൻ ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെർച്ച് പോലും ചെയ്തിട്ടില്ല, ഒരു വീഡിയോസ് പോലും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഐ ഡിയിലും ഞാൻ റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു 80% അല്ലെങ്കിൽ ഒരു 70% ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ഈ ഒരു ഫയൽ കാണരുത്. അതുപോലെ തന്നെ ഈ ഒരു ഫയലിൽ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആരും ഈ ഒരു ഫയൽ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ വീഡിയോസൊക്കെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം പേജുകളിൽ അത്രയും കൃത്യമായിട്ട് എടുത്തിടുന്നവരോട് പറയാനുള്ളൊരു കാര്യം, റീച്ചിന് വേണ്ടിയും വ്യൂസിന് വേണ്ടിയും അത്തരത്തിൽ ചെയ്യരുത്. കാരണം ഈ പറയുന്ന ചെറിയ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യും. ചെറിയ കുട്ടികളെന്നല്ല, എനിക്ക് മെസ്സേജ് അയച്ചതിൽ പൊതുവെ വലിയ ആളുകളാണ്. അത് കണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു, ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരതയില്ലാതായി, മൈൻഡ് കട്ടായി പോകുന്നു എന്നുള്ള രീതിയിൽ. ഈ ഒരു സമയത്ത് ഈ ഒരു ഫയൽ ഇറക്കിയതിൻ്റെ റീസൺ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഫയൽ ഇറക്കിയത് തന്നെ ഈ പറയുന്ന നമ്മുടെയൊക്കെ മൈൻഡ് കട്ടാക്കാനും നമ്മുടെയൊക്കെ ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതാക്കാനുമാണ് ഉറപ്പായിട്ടും. കാരണം ഇൻസ്റ്റഗ്രാമിലേക്ക് ആ ഒരു അൽഗോരിതം ഫുള്ള് മാറി. ഇപ്പോൾ ഫുള്ള് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളും ഈ പറയുന്ന കുട്ടികളുടെയൊക്കെ വീഡിയോസും ഫോട്ടോസുമാണ്. അപ്പോൾ ഈ ഒരു ഫയൽ ഇപ്പോൾ ഇറക്കിയതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളുടെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് ആകെ മൊത്തം ഇല്ലാതാക്കാനാണ്. അതുകൊണ്ട് തന്നെ ആരും ആ ഒരു വഴിക്ക് പോവരുത്. എപ്സ്റ്റീൻ ഫയലുകളുടെ ലിങ്ക് ചോദിച്ച് എനിക്കാരും പേഴ്സണലി മെസ്സേജ് അയക്കട്ടെ, ഞാനായിട്ട് ഇനി ആർക്കും അയച്ചു തരില്ല. ഞാൻ എൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിരുന്നു ഒരാഴ്ച മുമ്പേ. ഇനിയിപ്പോൾ ലിങ്ക് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. കാരണം വേണ്ട, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും എല്ലാവർക്കും. അത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വലിയ ആളുകൾക്കെന്നല്ല, ചെറിയ കുട്ടികൾക്കെന്നല്ല, എല്ലാവർക്കും പൊതുവെ ഒരു ബാഡ് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകൾ. അപ്പോൾ അത് കാണാതിരിക്കുക. ഒത്തിരി സെലിബ്രിറ്റീസും ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ അംബാനി, മോദി, അത്തരത്തിലുള്ള ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയും വീഡിയോസൊക്കെ ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ചെറുപ്പകാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, ആൻഡ്രോ രാജകുമാരൻ, ബിൽ ഗേറ്റ്സ്, വ്ളാഡിമിർ പുടിൻ, അത്തരത്തിലുള്ള ഒരുപാട് ലോകരാജ്യങ്ങളിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുടെ പേരുകൾ ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫൈൻ. പക്ഷേ ഈ പറയുന്ന ചെറിയ കുട്ടികളെയൊക്കെ ഇത്തരത്തിൽ കൊന്നും അവരുടെയൊക്കെ ശവത്തിൻ്റെ മുകളിൽ ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ചും അതൊക്കെ ഭയങ്കര വൾഗറായി. ഈ ഒരു സംഭവം കാണുമ്പോഴേ ഇതൊരു നമ്മുടെ ഈ ഒരു ഫയൽ തുറന്നത് കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഭയങ്കര നമുക്കൊരു ഭയങ്കര ഒരു ബാഡ് ഫീൽ ആവും. അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ഒന്നും എനിക്കറിയാൻ പാടില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺസെൻട്രേഷൻ പെട്ടെന്ന് കട്ടായി പോകും. അത് കണ്ടവർക്കാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവട്ടെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ പറയണമെന്ന് തോന്നി. പാരൻസ് ഒന്ന് ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ ഈ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ അധികമായിട്ട് കാണാതിരിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്